സ്വർഗത്തിലേക്കുള്ള വഴി വാഗ്ദാനം ചെയ്ത് ആളുകളെ പറ്റിച്ച വ്യാജസിദ്ധൻ കാശ്മീരിൽ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അബ്ദുൾ റസാഖ് എന്ന ആളാണ് പീർ ബാബ എന്ന പേരിൽ വിശ്വാസികളെ കാലങ്ങളായി പറ്റിച്ചിരിക്കുന്നത്. ഇയാളുടെ തട്ടിപ്പിന് ഇരയായതിൽ ഏറെയും സ്ത്രീകളായിരുന്നു. തനിക്ക് ദിവ്യശക്തി ഉണ്ടെന്നായിരുന്നു അബ്ദുൾ റസാഖിന്റെ അവകാശവാദം. സൂഫി സന്യാസിയായ നൂർദീൻ നുറാനിയുടെ പുനർജന്മമാണെന്നും ഇയാൾ തന്റെ അനുനായികളെ വിശ്വസിപ്പിച്ചിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ സ്ത്രീകളെ ആകർഷിച്ചിരുന്നത്. നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളെയാണ് ഇയാൾ പറ്റിച്ചത്. മക്കയിലെ കാബയുടെ മാതൃക നിർമ്മിച്ചായിരുന്നു ഇയാൾ വ്യാജ ആത്മീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ദൈവത്തിന്റെ ദൂതൻ എന്നവകാശപ്പെട്ടിരുന്ന ഇയാൾ ആത്മീയ ഉപദേശം തേടിയെത്തുന്ന സ്ത്രീകളെ ചരസും കഞ്ചാവും ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്നു. കാബയുടെ മാതൃകയിലുള്ള കെട്ടിടത്തിൽ താമസിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. രോഗശാന്തി വാഗ്ദാനം ചെയ്താണ് ഇയാൾ സ്ത്രീകളെ വലയിലാക്കിയത്. ഇവിടെ വച്ച് അറബി മന്ത്രവാദവും നടത്തിയിരുന്നു. എന്നാൽ ഇയാൾ കഞ്ചാവിന് അടിമയാണെന്നും ഭാര്യ ഉപേക്ഷിച്ചു പോയതാണെന്നും പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നു. മക്കയിലെ കാബയുടെ ഒരു പകർപ്പ് ബരാമുള്ളയിൽ നിർമ്മിക്കാൻ അല്ലാഹു തന്നോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുൾ റസാഖ് നാട്ടുകാരോട് പറഞ്ഞിരുന്നു. മക്കയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾക്കുള്ളതാണ് ഈ കാബയെന്നും ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇയാൾ മുസ്ലിം സ്ത്രീകളെ ഇവിടേക്ക് ആകർഷിച്ചത്. രോഗശാന്തിയും സ്വർഗത്തിലേക്കുള്ള വഴിയും ഉൾപ്പെടെ ഇയാൾ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലാണ് ഇയാളുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതെന്നും അറസ്റ്റിലേക്ക് നയിച്ചതെന്നും പറയുന്നു. ഇയാളെ പോലീസ് കൊണ്ടുപോയതിന് പിന്നാലെ നാട്ടുകാർ വ്യാജ പള്ളി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു.